നഴ്സുമാരുടെ സമരം ജൂബിലിയിലും അമലയിലും നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അമല ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം നഴ്സുമാർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജൂബിലി വിഷൻ മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടർ ഫാദർ റിനി മുണ്ടൻകുര്യൻ ഫാദർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അമലയിൽ എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ നിശ്ചയിച്ച വേതനമാണ് ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് അതിനനുസരിച്ചാണ് ഇപ്പോൾ അവർ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ജൂബിലിയിൽ അവസാനിപ്പിക്കാതിരിക്കുകയും അമലയിൽ അവസാനിപ്പിക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത്? 3 മാസത്തിലേറെയായി അമലയിലും ജൂബിലിയിലും നഴ്സുമാരുടെ സമരം എന്ന് പറയാൻ താല്പര്യമില്ല, UANA സംഘടനയുടെ സമരം നടന്നു വരികയായിരുന്നു. അതിലെ അമലയിലെ UANA സംഘടന സമരത്തിൽ നിന്ന് പിൻവാങ്ങിയതായി ഇന്ന് അറിഞ്ഞു. വളരെ സന്തോഷം. അമല മാനേജ്മെന്റ് അമല ആശുപത്രിയെ 800 ബെഡിന് മുകളിലുള്ള കാറ്റഗറിയിലേക്ക് ഉയർത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2026 ഏപ്രിൽ 1 മുതൽ ഈ 800 ബെഡിന് മുകളിലുള്ള ആശുപത്രിയുള്ള സാലറി സ്കെയിലാണ് അമലയിൽ കൊടുത്തു വരുന്നത്. ഇത് ഇപ്പോൾ 3 മാസത്തോളമായി ആ സാലറി പോയിക്കൊണ്ടിരിക്കുന്നു. അത് അംഗീകരിച്ച് ഇപ്പോൾ UANA സംഘടന സമരത്തിൽ നിന്ന് പിൻവാങ്ങിയതായി അറിയുന്നു. സന്തോഷം. ഈ 2026 ഏപ്രിൽ 1 മുതൽ അമല മെഡിക്കൽ കോളേജ് കൊടുക്കുന്ന ഈ സാലറി 2017 ഒക്ടോബർ മുതൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് കൊടുത്ത് വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 8-8.5 കൊല്ലത്തോളമായിട്ട് ഈ സാലറി ജൂബിലിയിൽ കൊടുത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ 2023 സീനിയോറിറ്റി അനുസരിച്ച് 8,000-ഓളം രൂപ നമ്മൾ ഇന്ററിം റിലീഫ് ഇടക്കാല ആശ്വാസമായും കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുന്ന ഒരു സംശയം, ഇപ്പോൾ ഏകദേശം ഒരേ സാലറി സ്കെയിൽ കൊടുക്കുന്ന അമലയും ജൂബിലിയും, അതിൽ അമലയിലെ സമരം പിൻവലിക്കുകയും ജൂബിലിയിൽ അതേ സാലറി സ്കെയിൽ കൊടുക്കുന്ന ജൂബിലിയിൽ സമരം പിൻവലിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് പിന്നിലെ മറ്റു ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തുകൊണ്ടായിരിക്കും? കാരണം അവർക്കിപ്പോൾ ഈ സമരം തുടങ്ങുന്നതിന് മുൻപേ ഈ സാലറി കൂട്ടിയ കാര്യം അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അമലയിൽ അത്രയും ആളുകൾ ഇറങ്ങി സമരം ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഫാദർ പറഞ്ഞതുപോലെ ഇപ്പോൾ അങ്ങനെയാണ് ജൂബിലിയിലും അമലയിലും ഇപ്പോൾ ഒരേപോലെയാണ് ശമ്പളം കൊടുക്കുന്നതെങ്കിൽ പിന്നെ ഒരു സ്ഥലത്ത് മാത്രം ആയിട്ട് എന്തിന് സമരം നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കൂട്ടി വായിക്കാം? ഇപ്പോൾ കേരളത്തിലെ ഈ സ്കെയിലിലെ ഉയർന്ന സ്കെയിലിലെ ശമ്പളം നൽകുന്നതാണ് ജൂബിലിയും അമലയും. ഇതിനേറ്റവും വലിയ തമാശ, ഏപ്രിൽ 1 അവർ കൂട്ടിയ സാലറി അന്ന് മുതൽ കിട്ടുമെന്ന് UANAക്ക് അറിയാമായിരുന്നു. അത് ഒപ്പിട്ട് കൊടുത്താൽ സമരം ചെയ്തിട്ടാണ് കൂട്ടിയത് എന്ന് പറഞ്ഞാൽ സമരത്തിൽ പിൻവാങ്ങും എന്നാണ് അന്ന് പറഞ്ഞത്. അത് ഭയങ്കര തമാശയായിരുന്നു. സാലറി കിട്ടിയിട്ടും അത് എഴുതി തരണം എന്ന് പറഞ്ഞിട്ടാണ് അവർ സമരത്തിലൊക്കെ നിന്നത്. എന്ന് പറഞ്ഞ 2-3 മാസത്തോളം സാലറി നഷ്ടമായി നമ്മുടെ അമലയിലെ നഴ്സുമാർക്ക്. ജൂബിലിയിലെ എന്തുകൊണ്ട് പിൻവലിച്ചിട്ടില്ല എന്നതിലെ ഞങ്ങൾക്കും സംശയമുണ്ട്. ഈ അവസാനത്തെ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ ഇത് മറ്റു പല ശക്തികളിന് പുറകിലുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂര് പുതുതായി വരുന്ന ആശുപത്രികൾക്കൊക്കെ ജൂബിലി ഒരു തടസ്സമാണെന്ന് പറയാറുണ്ട്. ചിലപ്പോൾ അതൊരു കാരണമായേക്കാം. അതുപോലെ തന്നെ ഇടയിൽ പിന്നെ സഭയ്ക്കുള്ളിലെ ചില പ്രശ്നങ്ങളും ഇതിന് പുറകിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം രൂപതയിൽ നിന്നൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ ഞങ്ങളെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ സമരത്തിനിടയ്ക്ക് ജൂബിലി എന്നതിൽ നിന്ന് വിട്ട് ചിലപ്പോഴൊക്കെ അതിരൂപതയിലേക്കും അതിരൂപത അധ്യക്ഷനിലേക്കും ഒക്കെ ശ്രദ്ധ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന് പുറകിലുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അല്ല, ഇതിൻ്റെ ഉള്ളിൽ വളരെ വ്യക്തമാണ് ഈ ജൂബിലിയുടെ മുന്നിലാണ് സമരങ്ങൾ നടക്കുന്നത്, വലിയ സമരങ്ങൾ നടക്കുന്നത്, പ്രതിഷേധങ്ങൾ നടക്കുന്നത്. അതുകൂടാതെ അച്ചടക്ക നടപടി സ്വീകരിച്ച വൈദികരെയുമായിട്ട് രൂപതയുടെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നു.
അതിനുശേഷം വ്യാപകമായിട്ട് ഇതേ സംഘടനയുടെ ആളുകൾ വ്യാപകമായിട്ട് അവരുടെ ഒരുപക്ഷെ അവരുടെ റിലേറ്റീവ്സ് ആയിരിക്കാം വിദേശത്തിരുന്ന് ഇതുപോലെ വളരെ മോശമായ ഭാഷയിൽ രൂപതാധ്യക്ഷനെ മോശമായ ഭാഷയിൽ ചിത്രീകരിക്കുകയും അതുപോലെ പദപ്രയോഗങ്ങളിലൂടെ വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഈ തൃശ്ശൂർ രൂപതയിലെ ഇടവകകളെല്ലാം നേഴ്സുമാരുടെ കൂടെയാണ് എന്നും ഇടവകക്കാർ ആരും ഈ രൂപതയുടെ കൂടെയില്ല, അതല്ലെങ്കിൽ രൂപതയുടെ തലവൻ്റെ കൂടെയില്ല എന്നൊക്കെയുള്ള രീതിയിൽ വ്യാപകമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു നേഴ്സുമാരുടെ ഒരു പ്രതിഷേധം എന്നുള്ളതിനപ്പുറത്ത് ഇതിന് ചില മാനങ്ങൾ ഉണ്ട് എന്ന് ഫാദർ പറയുമ്പോൾ അത് എത്രത്തോളം വ്യാപകമാണ് എന്നാണ് തോന്നുന്നത്. ഈ സമരം ആരംഭത്തിലൊരു തൊഴിൽ സമരമായിട്ട് കാണാനായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം. അങ്ങനെ ഒന്ന് കാണാനാണ്. തൊഴിൽ മേഖലയിലെ സമരങ്ങൾ വരാം, സാലറി എത്രയാണെങ്കിലും അതിൽ സാറ്റിസ്ഫൈഡ് ആവാതെ വീണ്ടും ചോദിക്കാം. പക്ഷെ അതിനിടയിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ അതിരൂപത ആസ്ഥാനത്തേക്ക് ഈ പ്രതിഷേധം മാറ്റുകയും അതിരൂപത കേന്ദ്രത്തിലേക്ക് നടക്കുന്ന ആ ജാഥയുടെ മുമ്പിലെ പ്രതിഷേധത്തിന് മുമ്പിലെ സഭയിലെ ഡിസിപ്ലിനറി ആക്ഷൻ നേരിട്ട 2 വൈദികരെ നിർത്തുകയും ചെയ്തപ്പോൾ അതിൻ്റെ മാനങ്ങള് ലക്ഷ്യങ്ങളൊക്കെ മാറിപ്പോയതായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാം. പിന്നെ ആ നിമിഷം മുതലേ നമുക്ക് നോക്കിയാല് ടാർജറ്റഡ് ആയിരുന്നു പലപ്പോഴും, പ്രത്യേകിച്ച് അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന് നേരെയുള്ള അക്രമങ്ങള്. അത് വളരെയധികം പേരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അത്രയധികം ആൾക്കാര് അതിന്റെ വിഷമം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ഞായറാഴ്ച അതൊരു സ്വാഭാവിക പ്രതികരണമായിരുന്നു. ഒരു ഏകദേശം നമുക്ക് 250ഓളം ഇടവകളുണ്ട്. മിക്കവാറും എല്ലാ ഇടവകളിലും ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിരൂപതയ്ക്കും അതിരൂപത അധ്യക്ഷനും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കും ഒക്കെ, കത്തോലിക്ക സഭ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളെയൊക്കെ വില കാണിക്കുന്ന പ്രവണതകൾക്കെതിരെയുള്ള ഒരു സ്വാഭാവിക ഒരു പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടത്. ഏകദേശം ഞാൻ അറിഞ്ഞിടത്തോളം എല്ലാ ഇടവകളിലും തീക്ഷ്ണതയോടുകൂടി വികാരത്തോടുകൂടി വിശ്വാസികൾ പങ്കെടുത്തു എന്നാണ് കേട്ടത്. അതിൻ്റെ ഒരു പ്രതികരണമാണ് വരുന്ന ഞായറാഴ്ച ടൗൺ ഹാളിൽ വെച്ച് അതിരൂപത തലത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത്. അത്രയും മുറിവേറ്റിട്ടുണ്ട് സഭയും സഭ വിശ്വാസികളും. ഫാദർ, അവസാനമായി ഒരു ചോദ്യം കൂടി. ഇപ്പോൾ ജൂബിലിയിലും അമലയിലും ഒരേ സാലറി കൊടുക്കുന്നു. ജൂബിലിയിലെ സമരം പിൻവലിച്ചു, അമലയിലെ സമരം പിൻവലിച്ചില്ല. അങ്ങനെ ഇനിയും പിൻവലിക്കാതെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പറയാൻ കഴിയുക? നമുക്ക് ഈ സമരത്തിന് ആദ്യം മുതലേ ഉള്ള സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റ് പറഞ്ഞതും പറയാത്തതും അതിനും മുകളിൽ നമ്മളെല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട് ജൂബിലിയിലെ. അതുപോലെ തന്നെ 2023 ഇന്ററിം റിലീഫ്. അതുകൊണ്ട് ഇതൊരു സമരം നടത്താൻ കാശ് കൂട്ടുക, ഇപ്പൊ ചെറിയ കാശ് കൂട്ടുക, അതല്ല അതിന്റെ സൊല്യൂഷൻ. അതുപോലെ നമുക്ക് കണ്ണോടിച്ചാൽ കാണാൻ പറ്റും, ഈ UN സംഘടന സമരം നടത്തും, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥാപനങ്ങളുമായി ആശുപത്രികളുമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ധാരണ ഒപ്പിടണം. അതല്ലല്ലോ അതിന്റെ ഒരു മാനദണ്ഡം. അല്ലെങ്കിൽ ജൂബിലിയിൽ വന്ന് സമരം നടത്തിയപ്പോൾ കുറച്ച് കാശ് കുട്ടി കൊടുത്തു, ഒരു 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും വരും. അതൊക്കെ ഭയങ്കരമായ ഒരു സങ്കടം വരുന്നതാ. നമ്മൾ ഇതിനെ ഉറച്ചു നിൽക്കുന്നത് പലപ്പോഴും ഈ നിയമവിരുദ്ധമായ ഈ സമരത്തിനെതിരെ നമ്മൾ നിലകൊള്ളണം എന്ന മനോഭാവത്തോടു കൂടി തന്നെയാണ്. ഇതിനുള്ള ഏക പരിഹാരം ഗവൺമെന്റ് മിനിമം വേജസ് തീരുമാനിക്കലാണ്, പാസ്സാക്കലാണ്. അതുവരെ ഈ സമരത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് നമ്മൾ ആദ്യം മുതലേ ഇപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് വേറൊരു വഴിയുമില്ല. വളരെ നന്ദി ഫാദർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി.